നമ്മൾ ഇപ്പൊ സമയം 3:50. നമ്മൾ കോട്ടയത്തേക്ക് പോകണം കേട്ടോ. വീഡിയോ അപ്പം 4:20 നമുക്ക് ട്രെയിൻ കിട്ടും. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പം നമ്മൾ ഞാനും ചേച്ചിയും ഏട്ടനും അനിയനും പിന്നെ അമ്മായും കൂടെ കസിൻ്റെ വീട്ടിലേക്കാട്ടോ. നമ്മൾ മുന്നത്തെ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ അമ്മായിനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ കടംകൂടെ എൻ്റെ വോട്ട് എൻ്റെ അവകാശം എന്നിട്ട് ഇലക്ഷൻ്റെ മുമ്പ് വരച്ചതാണ്. എയിംസ് കോളേജാണ്, സോറി ആറ്റംസ് കോളേജാണ് ഇതൊക്കെ ചെയ്തിട്ട്. അമ്മായി അങ്ങനെ അവിടെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ആ ഒരു കളറിലാണ് എല്ലാം ലൈറ്റും കാര്യങ്ങളൊക്കെ. നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്ത് നിൽക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു. ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. കയറിയ ഇതൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. നമ്മൾ ഏകദേശം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ കേട്ടോ. നിങ്ങൾക്ക് ഇനി കാണുന്നില്ലായിരിക്കില്ലേ? ഞാനിവിടെ ട്രെയിനിലിരിക്കുക. ഫുള്ള് തിരക്കാണ് കേട്ടോ. എൻ്റെ ഈ മുഖം കാണുമ്പോൾ അറിയായിരിക്കും അത്രയ്ക്ക് തിരക്കായിരുന്നു പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്കായി. ഞാനും അമ്മയും ചേച്ചി ഒരു ബോഗിൽ, ഏട്ടനും അനിയനും വേറെ ബോഗിൽ, അങ്ങനെ ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഫുള്ള് ടയേർഡായിട്ട്, കാരണം ഫ്രൈഡേ നൈറ്റ് വന്നു, പിന്നെ സാറ്റർഡേ മോർണിംഗ് എണീറ്റ് ഇപ്പോൾ ട്രെയിനിൽ മൊത്തത്തിൽ വയ്യാതെ. ഡൈസ് കേൾക്കുന്ന പോലെ തന്നെ ഇപ്പൊ എറണാകുളത്ത് കേട്ടോ. കണ്ണുകൊണ്ട് ആയിട്ടുണ്ട്, കാരണം ഉറങ്ങിയിട്ടല്ലേ. രാവിലെ 3:15 എണീറ്റ് 4:20 ട്രെയിൻ. ഇപ്പൊ 3:15 എണീറ്റ് ഫ്രഷായി. തല കഴിക്കിട്ടില്ല. ഞാനിങ്ങനെ കഴുത്തിൽ കൈവച്ച് എന്താ കാണിക്കുന്നത്, എനിക്ക് ഭയങ്കര കഴുത്ത് വേദന ആയിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്കും എനിക്ക് നല്ല ക്ഷീണം. ഞാൻ ഇത്ര വരെ ട്രെയിനിൽ പോയിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിട്ടില്ല അത്രയ്ക്ക്, കാരണം അത്ര തിരക്കായിരുന്നു. എന്താ പറയുക, ഡോറിൻ്റെ അവിടേക്ക് നിന്ന് എങ്ങനെയൊക്കെ തള്ളി കയറിയിട്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കോട്ടയെത്തിയിട്ടുണ്ട് ഗൈസ്. സോറി, ട്രെയിനിൽ കയറി അപ്പം മുതലേ ഡോറിന്റെ ബാഗാണ്. ബാഗ് അവിടെ നടിക്ക് വെച്ചിട്ടുണ്ട്. ഈ ബാഗ് കഴിക്കുന്നതിന് കൊടുക്കില്ല. പിന്നെ നമ്മള് 2 ബോഗിയിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനും അനിയനും കൂടെ ഒരു ബോഗിയിൽ, നമ്മൾ 3 പേരും ഒരു ബോഗിയിലായിട്ട്. പാവം, അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി അതിന് തിരക്ക് കാരണം. നമ്മളിരുന്നു. ഇവിടെ അമ്മായി വന്നിട്ടുണ്ട്. അമ്മായിക്ക് കാലിന് കുറച്ച് പ്രശ്നമാണ്, വയ്യ. അന്ന് ഞാൻ നോക്കാനൊക്കെ പോയിട്ട് വീട്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇവരെ കാണാം നമുക്ക്. എന്നെ ഭയ്യ എപ്പിടി ഇருக்கு? പിന്നെ നമ്മളെ വിളിക്കാൻ വേണ്ടി അച്ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കാറിൽ പോവാണ് കേട്ടോ. അല്ല, ബെർത്ത് കിട്ടിയോ? അപ്പഴേ പറഞ്ഞു എത്തിയെന്ന്. അതെ ഗൈസ്, നമ്മൾ എത്തി. ഇതാകണ്ട അമ്മച്ചി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ പോവാണ് കേട്ടോ. വീട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോ വിസ്മയിച്ചിട്ട് വീട്ടിലാണ് കേട്ടാ. മാങ്ങ എവിടെ നോക്കട്ടെ. മാങ്ങ ഉണ്ടോ? ഇവിടെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ഇങ്ങനെ കേട്ടോ. നമ്മളെങ്ങനെയാന്ന് പറഞ്ഞാ കട്ട് ചെയ്തിട്ടില്ലേ, വീട്ടിൽ അങ്ങനെയാ ഇടാറ്. പക്ഷെ ഇവിടെ ഒരു മാങ്ങ ഇവിടെ. യാ മോനെ, അതെ, സ്റ്റേ ആണെന്ന്. ഗൈസ്, ഞാൻ ഇപ്പൊ കുളിച്ചിട്ടിരിക്കാണ്. എന്റെ മൂക്കിൽ കണ്ടോ നിങ്ങള്? എന്താ അറിയിട്ടെ ഗൈസ്, മൂക്കിൽ 2 പാടുകൾ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തൃശ്ശൂർന്ന് ട്രെയിൻ കയറി എറണാകുളത്ത് അത് പറയണം. മയക്കത്തിന് കാറിൽ ഇങ്ങോട്ട് നിങ്ങളിത് കാണാം. നമ്മുടെ കുട്ടൻ ഡോക്ടർ. ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ. ഇതൊക്കെയാണ് ഫുഡ്.
അപ്പൊ അവര് ഫുഡ് കഴിക്കാനായിട്ടാ. ഞാൻ പിന്നെയാണ് കഴിക്കുന്നത്. എന്താണെന്ന് എരിഞ്ഞിട്ടിരിക്കുന്ന എന്താന്ന് വെച്ചാൽ മീൻകറി. ഗൈസ്, അപ്പം നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയിരുന്നു. അപ്പം നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കണം. ഞാൻ ഉറങ്ങി എണീറ്റ് കൊണ്ടാണ് കണ്ണൊക്കെ ഇങ്ങനെയുണ്ട്. കാര്യമില്ല, പോയിട്ട് വരാം. നമ്മളെ കാര്യം നോക്കാനാ ഗൈസ്. മൂക്കിൽ ഈ പാടാണ്, എല്ലാം നന്നായി എടുത്തറിയുന്നുണ്ട്. അന്ന് എന്നെ കിസ് ചെയ്യുന്നുണ്ട്. ചെയ്യായിരിക്കും. ഇതൊക്കെ ഇട്ടാ എനിക്ക് ചൂടടിക്കണ്ട കേട്ടാ. കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പോൾ എവിടേക്കാ പോകുന്നതെന്ന് വെച്ചാ എന്താണ്, ഒരു പാടമുണ്ട്. പാടത്തിന്റെ അവിടെ ചായ കുടിക്കാൻ വേണ്ടി പോവാം. ഞാനാണെങ്കിൽ ചായയും കുടിക്കില്ല. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം DC പാട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം കോപ്പറേറ്റിംഗ് വരുമ്പോഴാണ് ഞാൻ പാട്ട് കിട്ടിയത്. അപ്പോൾ എൻ്റെ അനിയൻ പറയുന്നത് സൂര്യമോൾക്ക് ഈ സിനിമയൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെറുതെ ഇങ്ങനെ ട്രോളുന്നുണ്ട് കേട്ടോ. അപ്പം ചേച്ചി പറയുന്നുണ്ട് പോടാ അവൾക്കൊക്കെ അറിയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രഹസനമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വെള്ളം കയറി കുറേ വീടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്താ പുഴയാണ് തോന്നുന്നു, തോട് കായൽ അതിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ വീടൊക്കെ കേട്ടോ, ഈ വീടുകളൊക്കെ. അപ്പോൾ അതിലൊക്കെ വെള്ളം കയറി അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതാണ് നമ്മള് റീൽസിലൊക്കെ കാണില്ലേ, 2 സൈഡും വെള്ളമായിട്ട് നടുവിൽ കൂടെ KSRTC പോകുന്നത്. അതാണ് ഈ സ്ഥലം മക്കളെ. ഫുള്ളും വെള്ളമാണ്. അതാണ്ട് അതുവരയ്ക്ക് റോഡുണ്ട്, കാണണ്ട കല്ല് കാണണ്ട. അതുവരയ്ക്ക് റോഡാണ്, പക്ഷേ വണ്ടി പോയിരുന്നതാണ്. പക്ഷെ ഇപ്പോ മഴ കാരണം ഇവിടെ ഫുള്ളും വെള്ളമായിരുന്നു. അപ്പൊ വെള്ളം കുറച്ചത്തെ റോഡിനൊക്കെ ഇവിടെ ഇറങ്ങി പോയിട്ടുണ്ട്. അമ്മേൻ വേണുവിനോടൊപ്പം വേണുക നമ്മുടെ ഫോട്ടോഗ്രാഫർ കേട്ടോ. ഇതില് ഇപ്പൊ തന്നെ പ്രിന്റ് വരും കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാനായിട്ടാ. ഫുഡ് കേക്കിങ് ഫുഡ് കഴിക്കാം. എന്റെ മൂക്കാണ് ഗൈസ്, എനിക്ക് സങ്കടം തോന്നുന്നില്ല. അല്ലേ തന്നെ മുഖം വേറെ വല്ല പോലെ ആയിട്ടുണ്ട്. പാടകൾ. പിന്നെ ഫുഡ് കഴിച്ചാൽ നമ്മൾ 3 പേരും കൊണ്ട് കുറേ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ കിടന്നു കേട്ടോ. ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ കാണാം. താങ്ക് യു.